ഹലോ നമസ്കാരം, എല്ലാവർക്കും ജഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വവർഗാനുരാഗം എന്ന നോവലിൻ്റെ 6ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് സ്വാഗതം. പവിത്രൻ്റെ മുറിയുടെ ജനാലപ്പള്ളി കോമളം പതിയെ മലർക്കെ തുറന്നു. അപ്പോഴൊരു കുളിർക്കാറ്റ് മുറിയിലേക്ക് ഇരച്ചെത്തി. അവളുടെ നേർത്ത മുടിയിഴകളെ തലോടി കടന്നുപോയി. തൊടിയിൽ തഴച്ചു വളർന്നു നിന്ന മുല്ലവള്ളികൾ തൂവെള്ള പൂക്കളാൽ നിറഞ്ഞ് പുഞ്ചിരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അവയുടെ നറുഗന്ധം മുറിയിലാകെ പരന്നു. മനസ്സിൽ കുളിര് പടർത്തി. ആ വള്ളികൾ അതാ തൊട്ടടുത്ത മാവിലേക്ക് പ്രണയത്തോടെ പടർന്നു കയറിയിരിക്കുന്നു. ഒരു കൂട്ടുകെട്ടിൻ്റെ ചേർന്ന് നിൽപ്പിൻ്റെ സൗന്ദര്യം അവൾ ആ കാഴ്ചയിലൂടെ കണ്ടു. ജനാലയിലൂടെ പുറത്തേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുമ്പോൾ ഈ വീട്ടിൽ പവിത്രയോടൊപ്പം താൻ ചെലവഴിക്കാൻ ആഗ്രഹിച്ച ഓരോ സുന്ദര നിമിഷങ്ങളും കോമളത്തിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഓരോ ചിരിയും, ഓരോ വാക്കും, ഓരോ സ്പർശനവും എല്ലാം മായാത്ത ഓർമ്മകളായി അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു. ഈ വീടിൻ്റെ ഓരോ കോണിലും അവരുടെ പ്രണയത്തിൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. മുല്ലവള്ളികൾ മാവിനെ ചുറ്റി പടർന്നതുപോലെ പവിത്രൻ്റെ ഓർമ്മകൾ അവൾക്ക് പൂർണ്ണത അനുഭവപ്പെട്ടു. ഒരു നിമിഷം അവൾ കണ്ണുകളടച്ചു. മനോഹരമായ ഓർമ്മകളിൽ മുഴുകി അവൾക്ക് ചുറ്റും പ്രണയത്തിൻ്റെ ഒരു സുഗന്ധം പരന്നതുപോലെ. അവൾ പിന്നെയും പുറത്തേക്ക് നോക്കി നിന്നു. മോളെ, വാത്സല്യം കലർന്നൊരു നേർത്ത വിളി, ഒപ്പം തോളിലൊരു മൃദുവായ സ്പർശനവും. കോമളം തിരിഞ്ഞു നോക്കി. പവിത്രൻ്റെ അമ്മ ദേവു നിറകണ്ണുകളോടെയാണ് മുന്നിൽ നിന്നിരുന്നത്. അവരുടെ കണ്ണുകളിൽ ഒരു കടൽ ഇളകി മറിയുന്നത് പോലെ കോമളത്തിന് തോന്നി. അണപൊട്ടിയൊഴുകുന്ന ദുഃഖം ആ കണ്ണുകളിൽ നിഴലിച്ചു നിന്നു. നീ വിളിച്ച അവൻ വരില്ലേ, നമ്മുടെ പവിത്രൻ? ദേവുവിൻ്റെ വാക്കുകൾ ഇടറി. വേദന കനത്ത ശബ്ദം നേർത്തു പോയിരുന്നു. കോമളം നിസ്സഹായിയായി അവരുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ആ കണ്ണുകൾ ഓരോ നിമിഷവും കൂടുതൽ നിറഞ്ഞു തുളുമ്പി. കവിൾത്തരങ്ങളുടെ കണ്ണുനീർ ധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. അമ്മയുടെ ഹൃദയം നുറുങ്ങുന്ന വേദന അവൾക്ക് തൊട്ടറിയാൻ കഴിഞ്ഞു. അവനെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു കേട്ടോ. ഒടുവിൽ എൻ്റെ ഈശ്വര, എന്തു വിധി ഇത്! അവളുടെ ഹൃദയം ഒരു തേങ്ങലായി മാറി. തകർന്ന ഹൃദയത്തിൽ നിന്നും വരുന്ന ആ വാക്കുകൾ കോമളത്തിൻ്റെ കാതുകളിൽ ഒരു ഭാരമായിട്ട് പതിച്ചു. എന്തു പറഞ്ഞവരെ സമാധാനിപ്പിക്കണമെന്ന് കോമളത്തിന് അറിയില്ലായിരുന്നു. അവളുടെ വാക്കുകൾക്ക് ആ വേദനയെ കെടുത്താൻ കെൽപ്പില്ലെന്ന് അവൾക്ക് തോന്നി. പവിത്രൻ എന്ന ആണിന് പെണ്ണാകാനുള്ള തീവ്രമായ ആഗ്രഹത്തിൽ ഒരുപക്ഷെ താൻ വെറുമൊരു ഉപകരണം മാത്രമായിരുന്നു, ഒരിര. അവർക്കൊന്നും മനസ്സിലാകാതെ പോയ, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ നഗ്ന സത്യങ്ങൾ ഒരു കനൽ പോലെ കോമളത്തിൻ്റെ ഉള്ളിൽ നീറി. ഓരോ നിമിഷവും ആ സത്യം അവളെ പൊള്ളിച്ചുകൊണ്ടേയിരിക്കുന്നു. കോമളത്തെ കൂട്ടാൻ പോയ ആൺമക്കളുടെ വാഹനം വീട്ടുവാതിക്കൽ പൊടി വർത്തിക്കൊണ്ട് വന്നു നിന്നപ്പോൾ പണിക്കരും ഭാര്യയും മുറ്റത്തേക്ക് ആകാംക്ഷയോടെ ഇറങ്ങി. തൻ്റെ മകളെ കോമളത്തെ ഒരു നോക്ക് കാണാനും നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ആ അമ്മയുടെ ഹൃദയം വെമ്പൽ പൂണ്ടിരുന്നു. പക്ഷെ പ്രതീക്ഷകൾക്ക് വിപരീതമായി കലിപൂണ്ട മുഖങ്ങളുമായിട്ടാണ് മക്കൾ രണ്ടും വണ്ടിയിൽ വന്ന് നിന്നിറങ്ങിയത്. അവരുടെ മുഖത്ത് ദേഷ്യം കുറുപ്പിന് വേഗത്തിൽ കോപമുണ്ടാക്കി. ജയ, അവളെന്തേ? കോമളം, അവൾ വന്നില്ലേ? കോമളത്തിൻ്റെ അമ്മയുടെ ശബ്ദത്തിൽ ആദിയും പ്രതീക്ഷയും കൂടിക്കലർന്നിരുന്നു. അവർ മൂത്ത മകനായ ജയനോട് തിടുക്കത്തിൽ ചോദിച്ചു. ജയൻ അരിശത്തോടെ മുന്നോട്ട് വന്നു. അയാളുടെ വാക്കുകൾ രോഷം കൊണ്ടു. ദേ, അച്ഛനും അമ്മയും അറിയാൻ വേണ്ടി പറയുക, നിങ്ങൾക്ക് 2 ആൺമക്കളേ ഉള്ളൂ, ഇവനും ഞാനും. ഇനി കോമളം എന്നൊരുത്തിയില്ല. അവൾക്ക് നമ്മുടെ ഒപ്പം നിൽക്കാൻ അപമാനമാണത്രേ. നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കുമെന്ന്. പിന്നെ ഈ സ്വത്തുക്കൾ അവൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന്. അതവൾ വാങ്ങിച്ചെടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങളെ ആട്ടിയിറക്കി. ജയൻ അരിശത്തോടെ പറഞ്ഞു. നിർത്തിയപ്പോൾ കുറുപ്പിൻ്റെ കണ്ണ് ദേഷ്യം കൊണ്ട് കുറുകി. അയാളുടെ മുഖത്ത് കത്തുന്ന ഒരു ഭാവം തെളിഞ്ഞു വന്നിരുന്നു. അയാളെ ഭാര്യയുടെ നേർക്ക് തിരിഞ്ഞു, ശബ്ദം താഴ്ത്തി. എന്നാൽ ഓരോ വാക്കും തീക്ഷ്ണമായിരുന്നു. തൃപ്തിയായില്ലേ നിനക്ക്? പിന്നീട് ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അയാൾ ജയനോടായി കടുപ്പിച്ച് പറഞ്ഞു. ഇനി അങ്ങനെ ഒരു മോള് നമുക്കില്ല. ജയ, നാളെ തന്നെ രജിസ്റ്റർ ഇവിടെ വരണം. പിന്നെ നമ്മുടെ കാര്യസ്ഥനും. കാരണം ഒരു നയാ പൈസ ഞാൻ അവൾക്ക് കൊടുക്കില്ല. നിങ്ങൾക്കുള്ളതാണ് ഈ കാണുന്നതൊക്കെ. കുറുപ്പിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ആ തീരുമാനത്തിലൊരു മാറ്റവുമില്ലെന്ന് അത് വിളിച്ചോതി.
അന്ന് രാത്രി ആകാശത്തിൻ്റെ കണ്ണുനീർ ഭൂമിയിലേക്ക് പേമാരിയായി പെഴുതിറങ്ങുകയായിരുന്നു. ജനലഴികളിൽ മഴത്തുള്ളികൾ താളത്തിൽ കൊട്ടി. ഓരോ തുള്ളിയും ഹൃദയത്തിൽ കൊത്തുന്ന വേദനയായി മാറി. ഇടയ്ക്കിടെ ആകാശത്തിൻ്റെ കോപമെന്നോണം മിന്നൽ പിണരുകൾ മുറിയിലാകെ വെളിച്ചം നിറച്ച് കടന്നുപോയി. ആ വെളിച്ചത്തിൽ കോമളത്തിൻ്റെ അമ്മയുടെ വിതുമ്പൽ കൂടുതൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. ഓരോ തേങ്ങലും ഹൃദയം നുറങ്ങുന്ന വേദനയുടെ നേർത്ത പ്രതിധ്വനിയായി. മുറിയാകെ അലയടിച്ചു. ഏയ്, എന്താണോ ഇത്? താൻ കരയുകയാണോ? കുറുപ്പ് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ആ വാക്കുകളിൽ ഒരുതരം നിസ്സഹായത നിറഞ്ഞിരുന്നു. എന്നാൽ ആശ്വാസം പകരാൻ ശ്രമിക്കുന്തോറും അമ്മയുടെ ദുഃഖം ഒരു പുഴ പോലെ കരകവിഞ്ഞൊഴുകി. മഴയുടെ ശബ്ദത്തെയും മിന്നലിൻ്റെ വെളിച്ചത്തെയും അതിജീവിച്ച് ആ മുറിയിൽ ദുഃഖം ഒരു കറുത്ത മേഘം പോലെ തളം കെട്ടി നിന്നു. ഓരോ നിമിഷവും കോമളത്തിൻ്റെ അഭാവം ആ കുടുംബത്തിൽ സൃഷ്ടിച്ച ശൂന്യത കൂടുതൽ ആഴത്തിലായിക്കൊണ്ടിരുന്നു. ചടഞ്ഞുകൂടിയുള്ള കോമളത്തിൻ്റെ ഇരിപ്പ് ദേവേൻ്റെ ഉള്ളിൽ ഒരു തരിപ്പ് പടർത്തി. അതൊരു വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. ഓർമ്മകളുടെ ഭാരം പേറി അവൾ കുളിച്ച് കുറിതൊട്ട് സന്ധ്യാദീപവുമായി ഉമ്മറത്തേക്ക് വന്നു. ദീപനാളം കണ്ണിൽ നിറച്ച് വണങ്ങുമ്പോൾ ദേവു സ്വയം നോക്കി. തൻ്റെ പവിത്രൻ്റെ പെണ്ണ്. ആ നോട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടിക്കഴിഞ്ഞു. ദീപം ദീപം അവൾ പതിയെ മന്ത്രിച്ചുകൊണ്ട് മുറ്റത്ത് തുളസിത്തറയിലേക്ക് വിളക്ക് ചേർത്ത് വച്ചു. ആ നിമിഷം രാഘവൻ നായർ ആരുമറിയാതെ തൻ്റെ കണ്ണുനീർ തുറച്ചു. ആ നിശബ്ദമായ കണ്ണുനീരിൽ എത്രയോ കാലത്ത് നൊമ്പരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പിന്നീട് ആരും ഒന്നും സംസാരിച്ചില്ല. പവിത്രൻ്റെ വീട്ടിലെ ഓരോ നിമിഷവും കോമളത്തിന് സ്വയം ഒരു തടവിലകപ്പെട്ടതുപോലെ തോന്നി. വാക്കുകൾക്ക് വിലക്കപ്പെട്ട, ശ്വാസം മുട്ടിക്കുന്ന ഒരിടം. ഏട്ടന്മാർ എന്തു പറഞ്ഞാലും അവർക്കതൊരു പ്രശ്നമായിരുന്നില്ല. നാളെ അമ്മയെ ഒന്ന് കാണണം. ആ കണ്ണുകളിൽ കണ്ണീര് നിറച്ചതിനുള്ള ശിക്ഷ ദൈവം തനിക്ക് തന്നു എന്ന് ഉച്ചത്തിൽ പറയണം. എന്നിട്ടും അവർക്ക് താനൊരു ഭാരമാണെങ്കിൽ തിരികെ മടങ്ങണം തൻ്റെ പവിത്രൻ്റെ അരികിലേക്ക്. ഒന്നും വേണ്ട, ഒരു വേലക്കാരിയായിട്ട് മാത്രം കണ്ടാൽ മതി. എന്നിട്ടും തന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ജീവിതത്തിനൊരു അടിവരയിടണം, ചുവന്ന മഷി കൊണ്ട്. ആരും സ്നേഹിക്കാത്തവരുടെ ജീവിതാവസാനത്തെ അടയാളപ്പെടുത്തുന്ന, ആരും മായ്ക്കാത്ത ഒരടിവര. ആ ചിന്തയിൽ അവളുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. നേരം വെളുക്കാൻ അവൾ കാത്തിരുന്നു. ഉറക്കം തീരെ വരുന്നുണ്ടായിരുന്നില്ല. ഇരുട്ടിൻ്റെ നിശബ്ദത ഭേദിച്ച് രാക്കിളിയുടെ പാട്ട് മാത്രം കേൾക്കാം. ജനലിലൂടെ അവൾ പുറത്തേക്ക് വെറുതെ ഒന്ന് നോക്കി നിന്നു. തൊടിയിലെ തേന്മാവിൻ കൊമ്പിലേക്ക് ആർത്തിയോടെ പടർന്നു പന്തലിച്ച് പൂത്തു നിൽക്കുന്ന മുല്ലവള്ളിയുടെ മത്തുപിടിപ്പിക്കുന്ന ഗന്ധം അവളെ പൊതിഞ്ഞു. ആ ഗന്ധത്തിൽ അവളുടെ ചിന്തകൾ കാടുകയറി. അവൾ ഉറക്കമുണർന്നത് ഓർക്കുന്നില്ലായിരുന്നു. മുറ്റമഴിക്കുന്ന പവിത്രയുടെ അമ്മയുടെ നേർത്ത പിറുവിറുക്കലുകൾ കാതുകളിൽ വന്നു പതിഞ്ഞു. കെട്ടഴിഞ്ഞു കിടന്ന മുടി വാരിക്കെട്ടി അവൾ പുറത്തേക്ക് നോക്കി. ആരെയും കണ്ടില്ല. വേഗം കുളിമുറിയിലേക്ക് നടന്നു. തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഉന്മേഷവതിയായി പുറത്തിറങ്ങി. അമ്മയുടെ അലമാര തുറന്ന് തനിക്ക് പ്രിയപ്പെട്ട വെളുത്ത സെറ്റ് സാരി എടുത്തു. പുറത്തേക്കിറങ്ങിയപ്പോൾ ചാരുകസരയിൽ രാഘവൻ നായരുണ്ടായിരുന്നു. അച്ഛൻ, ഞാനൊന്ന് അമ്പലത്തിൽ പോവുകയാണ്. ആ വഴിക്ക് വീട്ടിൽ കൂടി ഒന്ന് പോകണമായിരുന്നു, അവൾ മൃദുവായി പറഞ്ഞു. അയാൾ അത്ഭുതത്തോടെ അവളെ നോക്കി. കാവിലെ ദേവത വെള്ളസാരി ചുറ്റി തനിക്ക് മുന്നിൽ വന്നു നിന്നതാണോ എന്ന് പോലും അയാൾക്ക് സംശയം തോന്നി. മോളെ, വീട്ടിലേക്ക് നീ തനിച്ച് പോവുകയാണോ? വേണമെങ്കിൽ അമ്മയെ കൂടി കൂട്ടിക്കോളൂ, അയാൾ വാത്സല്യത്തോടെ ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഒരു പുതിയ പ്രഭാതത്തിൻ്റെ തെളിച്ചുകൊണ്ടായിരുന്നു. ഒരു പ്രഭാതത്തിലെ പ്രാർത്ഥന. വേണ്ട അച്ഛാ, ഒന്നും നന്നായി പ്രാർത്ഥിച്ചാൽ മതി. അമ്മയെ കാണുന്നത് ചേട്ടന്മാർ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതോ? കോമളം അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ വാക്കുകളിൽ നേർത്തൊരു വിഷാദം നെളിച്ചു. അപ്പോഴേക്കും ദേവു അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. എന്താ അച്ഛനും മോളും കൂടി ഒരു സ്വകാര്യം പറച്ചിൽ? ദേവുവിൻ്റെ ചോദ്യത്തിൽ പതിവ് കുസൃതി ഉണ്ടായിരുന്നില്ല. നേരിയൊരു ആകാംക്ഷ കലർന്നിരുന്നു. ഒന്നുമില്ലടോ. അച്ഛനൊരു ദീർഘനിശ്വാസം എടുത്തു. തൻ്റെ മരുമകൾ രാവിലെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണ്. കൂടെ ഒന്ന് വീട്ടിലും പോകണമെന്ന് പറഞ്ഞു. അവരിന്നലെ ഇവിടെ വന്ന പ്രശ്നം ഉണ്ടാക്കിയിട്ട് അടങ്ങിയിരിക്കുമോ എന്നാണ് എൻ്റെ പേടി. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ ആശങ്ക പ്രകടമായിരുന്നു. കോമളം അച്ഛനെയും അമ്മയും ചേർത്ത് പിടിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിച്ച് കൊതു തീർന്നിട്ടില്ല. ഞാൻ വേഗം പോയിട്ട് തിരിച്ചു വരും. സമാധാനമായിരിക്കും. അവളുടെ വാക്കുകൾക്ക് അവർക്ക് ആശ്വാസം പകർന്നു. കൃഷ്ണൻ്റെ അമ്പലത്തിലെ വിഗ്രഹത്തിന് മുന്നിൽ കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. ധാരധാരയായി കണ്ണുനീർ ഒഴുകി.
കൽക്കണ്ടവും തുളസിക്കതിരും മലരും പഴവും നെയ്യും ചേർത്ത ത്രിമധുരം തിരുമേനി അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. എന്നിട്ടും അവളുടെ കണ്ണുനീർ നിലച്ചില്ല. ഹൃദയത്തിലെ തേങ്ങൽ കണ്ണുകളിലൂടെ ഒഴുകി നിറഞ്ഞു. തറവാടിൻ്റെ മുറ്റത്തേക്ക് അവളൊരു ഓട്ടോയിൽ വന്നിറങ്ങിയപ്പോൾ ഉമ്മറത്ത് ജയനും സുധിയുണ്ടായിരുന്നു. അപ്രതീക്ഷിത സന്ദർശനം. ഓട്ടോയുടെ ശബ്ദം മുറ്റത്ത് നിലച്ചപ്പോൾ കോമളം പുറത്തിറങ്ങിയതും ഒരുമിച്ചായിരുന്നു. അവളെ കണ്ടതും ജയൻ്റെയും സുധിയുടെ മുഖം വിളറി വെളുത്തു. ഒരു നിമിഷം അവർ പരസ്പരം നോക്കി. ആ നോട്ടത്തിൽ എന്തോ അപകടം പതിയിരിക്കുന്നെന്ന് തിരിച്ചറിഞ്ഞതുപോലെ സുധി അകത്തേക്ക് പാഞ്ഞോടി. ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന നായാട്ടുതോക്ക് അവൻ്റെ കൈകളിലെത്തി. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ തോക്കുമായി മുറ്റത്തേക്ക് കുതിച്ചെത്തി. കോമളം അപ്പോഴും ഓട്ടോയുടെ അടുത്ത് നിന്നിരുന്നു. തോക്കുമായി നിൽക്കുന്ന സുധിയെ കണ്ടതും ജയൻ രോക്ഷത്തോടെ കോമളത്തോട് ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്? അവൻ്റെ ശബ്ദത്തിൽ ഭീഷണിയുടെ കനം കലർന്നിരുന്നു. മുറ്റത്ത് ഒരു നിശബ്ദത തളം കെട്ടി നിന്നു. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയെന്ന പോലെ എല്ലാം കണ്ടും കേട്ടും നിശബ്ദയായി കുറിപ്പിരുന്നു. അമ്മയുടെ ഞെട്ടൽ. മുറ്റത്ത് അസാധാരണമായ എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് വേലക്കാരിയുടെ വാക്കുകൾ കോമളത്തിൻ്റെ അമ്മയുടെ കാതുകളിൽ ഒരു ഇടിമിന്നൽ പോലെ പതിഞ്ഞു. ആ വാർത്ത കേട്ടതും അവരുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. ഞെട്ടലോടെ അവർ മുറ്റത്തേക്ക് പാഞ്ഞു നിന്നു. അവിടെ കണ്ട കാഴ്ച അവരുടെ കണ്ണുകളെ വിശ്വസിപ്പിക്കാനാവാത്തതായിരുന്നു. ഭയം അവരുടെ സിരകളിലൂടെ അരിച്ചു കയറി. ഒരു നിമിഷം അവരുടെ കൈകാലുകൾ മരവിച്ചുപോയി. ശ്വാസം എടുക്കാൻ പോലും മറന്നു. ഒരു ശില പോലെ അവർ നിന്നുപോയി. മുറ്റത്ത് തളം കെട്ടിയ ഭീകരതയുടെ നിശബ്ദത, വരാനിരിക്കുന്ന ദുരന്തത്തിൻ്റെ നിഴൽ പരത്തി. ആ രംഗം അവരുടെ ഉള്ളിൽ ഒരു കനൽ പോലെ നീറിപ്പുകഞ്ഞു. സുധി ചൂണ്ടിപ്പിടിച്ച തോക്ക് കോമളത്തിൻ്റെ നെറ്റിയിലേക്ക് മുട്ടിച്ചു. ദേ, മേലും കീഴും നോക്കാനില്ല സുധിക്ക്. കണ്ണിൽ കണ്ട നാണം കെട്ടവൻ്റെ കൂടെ പുറത്തിട്ട് ഇവിടെ തറവാട്ടിൽ വന്ന് കുടുംബത്തിന് മാനം കളയാം എന്ന് നീ കരുതണ്ട. ശബ്ദിക്കാനാവാതെ നിശബ്ദനായി ഇരിക്കുകയാണ് കുറുപ്പ്. കണ്ണുകൾ നിറച്ചുകൊണ്ട് കോമളം അമ്മയും അച്ഛനെയും നോക്കി. ദേ, അച്ഛനും അമ്മയും ഇതിലൊന്നും പറയണ്ട. കണ്ണി കണ്ടവന്മാരുടെ വീട്ടിൽ താമസിച്ചും അവൻ്റെ കൂടെ കറങ്ങിയും തിരിച്ചു വന്ന ഇവിടെ സ്വന്തം സഹോദരിയെ അംഗീകരിക്കാനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒന്നും മിണ്ടാനാവാതെ അവൾ നിറകണ്ണുകളോടെ തിരിഞ്ഞു നടക്കുമ്പോൾ കോമളത്തിൻ്റെ അമ്മ കുറുപ്പിൻ്റെ മുഖത്തേക്ക് നോക്കി. അതേ, ഒന്ന് വിളിക്കൂ, അവൾ നമ്മുടെ മോളല്ലേ. കോമളം ഗേറ്റ് കടന്ന് പുറത്തേക്ക് നടന്നു. ചുറ്റുമുള്ള ലോകം അവളിൽ നിന്നും അകന്നു പോവുകയായിരുന്നു. അമ്പലത്തിലെ മണിയൊച്ചകളും ആളുകളുടെ സംസാരങ്ങളും നേരത്തൊരു മൂളലായി മാത്രം കേൾക്കാം. അവളുടെ കാതുകളിൽ പതിഞ്ഞത് അനുസരണയില്ലാത്ത കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. കാഴ്ചകൾ അവ്യക്തമാക്കി ആരെല്ലാമോ അവളെ സഹതാപത്തോടെ നോക്കുന്നു, എന്തെല്ലാമോ ചോദിക്കുന്നു. പക്ഷെ അവളുടെ മനസ്സ് അപ്പോൾ ആരുമില്ലാത്തൊരു തുരുത്തിലായിരുന്നു. ഒരു നിമിഷം അവൾ തിരിഞ്ഞു നിന്ന് അമ്പലത്തിലെ നടയിലേക്ക് നോക്കി. ദേവിയുടെ തിരുനടയിൽ ഒരിക്കൽ കൂടി നിൽക്കണം എന്നൊരു ഉൾവിളി. നിറഞ്ഞ കണ്ണുകളടച്ച് അവൾ കൈകൂപ്പി. ഉള്ളിലെ എല്ലാ സങ്കടങ്ങളും ഒരു പ്രാർത്ഥനയായി ദേവിക്ക് മുന്നിൽ സമർപ്പിച്ചു. ആ പ്രാർത്ഥനയുടെ അഗ്നിയിൽ അവളുടെ മനസ്സ് ചില തീരുമാനങ്ങൾ ഉറപ്പിച്ചു. മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി അവൾക്ക് ലഭിച്ചതുപോലെ. അപ്പോഴാണ് ഒരു തൂവൽ സ്പർശം പോലെ ആ വാക്കുകൾ അവൾ കേട്ടത്. എന്തിനാ കുട്ടി കണ്ണുകൾ നിറയ്ക്കുന്നത്? എല്ലാം ദേവി കാണുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? കണ്ണു തുടക്കി. എന്നിട്ട് ഈ പ്രസാദം വാങ്ങിക്കോ. വിഷ്ണു നമ്പൂതിരിയുടെ ശബ്ദമായിരുന്നു അത്. ആ വാക്കുകളുടെ വാത്സല്യം കോമളത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ആരും ചേർത്ത് പിടിക്കാനില്ലാത്ത സമയത്ത് ലഭിച്ച ഒരു ആശ്വാസം അവളെ വല്ലാതെ ഉറച്ചു. ഒരു പൊട്ടിക്കരച്ചിലിൻ്റെ വാക്കോളം എത്തി അവളുടെ മനസ്സ്. പക്ഷേ അവളെ സ്വയം നിയന്ത്രിച്ചു. സ്നേഹത്തോടെ നീട്ടിയ ആ കൈകളിലേക്ക് അവൾ നോക്കി. നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. ഒരു നേർത്ത പുഞ്ചിരി വരുത്താൻ അവൾ ശ്രമിച്ചു. നമ്പൂതിരിയുടെ മുഖത്തെ ആ വാത്സല്യം കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി. താൻ തനിച്ചല്ല എന്നൊരു തോന്നൽ ആദ്യമായി അവൾക്കുണ്ടായി. വിഷാദത്തിൻ്റെ കരിനിഴൽ വീണ അവളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്നും കണ്ണുനീരിൻ്റെ പെരുമഴ തകർത്തുകൊണ്ട് അവളുടെ ഹൃദയത്തിൽ രക്തവർണം പടർന്നു. ചിരിയുടെ മൂടുപടമിട്ട് അവൾ നടന്നു നീങ്ങിയപ്പോൾ അവളെ വരവേൽക്കാൻ അവിടെ ദേവുവും രാഘവനും ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നുമകളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അമ്മയും കൂടെ കൂട്ടാൻ. അവരെല്ലാവരും ചേർന്ന് നിന്നെ ആട്ടിയിറക്കിയില്ലേ? സാരമില്ല, നമുക്ക് സ്വത്തോ സമ്പത്തോ ഒന്നും വേണ്ട. പവിക്ക് എന്തെങ്കിലും ഒരു നല്ല ബുദ്ധി തോന്നും. അവൻ നിന്നെ തേടി തിരികെ വരും. നിന്നെ ഈ വീട്ടിലേക്ക് ഞങ്ങളെ മരുമകളായിട്ടില്ല, സ്വന്തം മകളായിട്ടാണ് കൊണ്ടുവന്നത്. ആ ആശ്വാസവാക്കുകൾക്ക് മുന്നിൽ അവളുടെ തൊണ്ടയിടറി. ഹൃദയം വിങ്ങിക്കരഞ്ഞു. വാശിയോടെ അവളുടെ ദേവുവിൻ്റെ നെഞ്ചിലേക്ക് ചാരി. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിയിൽ അറിഞ്ഞു തിരിഞ്ഞ
പാരിജാതത്തിൻ്റെ ഗന്ധം അവളെ കാലത്തിൻ്റെ അഗാധതയിലേക്ക് വലിച്ചെറിഞ്ഞു. ഓർമ്മകളുടെ തിരമാലകൾ അവളുടെ ഹൃദയത്തിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. ജനലിലൂടെ അവൾ തൊടിയിലേക്ക് നോക്കി. അവിടെ മിന്നാമിന്നുകളെ വെളിച്ചം വിതറി പാറി നടന്നു. തറവാട്ടിലെ ആങ്ങളമാരുടെ കുഞ്ഞു പെങ്ങളായി ഓടിക്കളിച്ചവളാണ് താൻ. പക്ഷേ എപ്പോഴാണ് താൻ അവർക്ക് അന്യായത്? അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നോമനയായിരുന്നു അവൾക്ക്. ഇപ്പോൾ അവർ കൊലയാളികളെ പോലെയായി മാറിയിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ അവൾ ഇരുട്ടിലേക്ക് തുറിച്ചു നോക്കി. മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. ഈ രാത്രിക്ക് അവസാനമില്ലായിരുന്നുവെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു. ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് അവൾ ആദ്യമായി ചിന്തിച്ചു. നിശബ്ദമായ ഒരു പുലരി. പവിത്രൻ ചാന്ദ്രയുടെ കണ്ണുകളിൽ പതിഞ്ഞു വന്ന വേദനയെ ഒരുവിധം ശമിപ്പിച്ചാണ് ജോലിക്ക് തിരിഞ്ഞത്. വഴിയോരത്തെ കിഴക്കൻ കാറ്റിൽ അവളുടെ ദുഃഖം വിഴുങ്ങിപ്പോയി. എന്നാൽ പവിത്രൻ്റെ ഉള്ളിൽ കത്തി നിൽക്കുന്നത് ഒരു തീയായിരുന്നു. ആ വീതിയിലൂടെ എത്തിയ മടുപ്പിക്കുന്ന വേശ്യാലയത്തിൻ്റെ ദുർഗന്ധം. ദുഃഖങ്ങൾക്കതീതമായ ഒരു ജീവിതത്തിൻ്റെ തുടക്കം പോലെ അവൻ്റെ ചുരുണ്ടു നിർത്തി. വൃത്തിയെന്ന് വിളിക്കാവുന്ന ഒന്നുമില്ലാത്ത ആ ഇടം, മാംസത്തിന് വില പറയുന്ന മാന്യന്മാരുടെ അരങ്ങ്. അവൻ്റെ ദൈനംദിനങ്ങൾ ഓർമ്മയില്ലാതെ കടന്നുപോയി. അവൻ്റെ ജീവിതം വിരസതയുടെ വായിൽ പതിക്കപ്പെട്ടൊരു പാട്ടായി മാറിയിരുന്നു. ചിലപ്പോൾ കോമളത്തിൻ്റെ ഓർമ്മ കിട്ടിവരും. പക്ഷെ അതൊരു ലഹരിയില്ലാത്ത മദ്യപാനം പോലെയാണ്. തലചുറ്റാതെ പൂർണ്ണമായും കടന്നു പോകുന്നു. വേശ്യാലയം വീണ്ടും അതിൻ്റെ അരങ്ങിലേക്ക് തിരിച്ചു വന്നപ്പോൾ പെൺകുട്ടികൾ തങ്ങളുടേതായ നോവുകൾ മറക്കാൻ തമ്പ്രാ നൃത്തവും ബെല്ലി ഡാൻസും ഒക്കെയായി കാലത്തോട് കാതരിച്ചു. പവിത്രൻ സർഗാത്മകതയുടെ ഒരു തകർച്ചയുമായി ആകുലതയുടെ താളങ്ങളുമായി ചേർന്ന് തബല വായിച്ചു തുടങ്ങി. ലഹരി, മദ്യം, മയക്കുമരുന്ന് എല്ലാം സുലഭമായ ഒരു വ്യഭിചാരശാല. സമയം അവിടെ ചെറുനദിയായി ഇഴഞ്ഞൊഴുകി. ചുവന്ന തെരുവിൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കാത്തു നിൽക്കുന്ന സ്ത്രീകൾക്ക് വലിയൊരു ആകാംക്ഷകളില്ല. അവർ മണിമാളികകൾ പണിയാനോ സ്വപ്നങ്ങൾ വളർത്താനോ വന്നതല്ല. മറിച്ച് ഒരു നേരത്തെ വിശപ്പിന് പരിഹാരമായി സ്വന്തം ശരീരം വിൽക്കേണ്ടി വന്നവരാണ്. അന്യരുടെ ആവശ്യം തീർത്തു വയ്ക്കാനായി അവരുടെ ജീവിതം ചെറുതായി കിളിർത്തപ്പെട്ടത്. രാത്രിയുടെ അന്തിയുറക്കം വെളിച്ചത്തിലേക്കായപ്പോൾ പവിത്രൻ ഇടനാഴിയിലെ കോണിൽ കാർബോർഡിന് മേതെ കിടന്നു. മദ്യത്തിൻ്റെ രൂക്ഷമായ വാസന മൂക്കിലൂടെ കയറി മസ്തിഷ്കം തുളച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ ഉറക്കം മറന്നുണരാൻ തുടങ്ങി. സാരിയുടെ അഴിഞ്ഞൊലിഞ്ഞ അരികുകൾ, മസ്തിഷ്കത്തിൻ്റെ അലസതയിൽ തളർന്ന ശരീരം, ഈ എല്ലാം നിശബ്ദതയുടെ ഇടവേളയിൽ പെട്ടെന്നൊരു ആകസ്മികതയെ വരിച്ചെടുത്തു. തടിച്ച ഭീമൻ ഒരാളുടെ ശബ്ദം അവനെ ഉണർത്തിയപ്പോൾ ആശ്വാസത്തിൻ്റെ അവസാന നിമിഷങ്ങൾ തകർന്നുപോയി. ആ മനുഷ്യൻ പവിത്രൻ അവൻ്റെ വികാരശമനത്തിനായി പിടിച്ചു കയറി. പവിത്രൻ മുഴുവൻ ശക്തിയും കൊണ്ട് വിറയിച്ചു, ചെറുത്തു നിന്നു. എങ്കിലും കിടിലമായ ആ മനുഷ്യൻ്റെ മുൻപിൽ അവൻ്റെ ശരീരം പ്രതിരോധം നഷ്ടപ്പെട്ടു. നിലവിളി പവിത്രൻ്റെ അധരങ്ങൾക്കപ്പുറം മുഴങ്ങിയപ്പോൾ ആ കെട്ടിടം തൻപകൽ മുഴുവൻ ഉണരുന്നു എന്നതുപോലെ ചിമ്മിയൊഴുകി. മുറികളിൽ വെളിച്ചം തെളിയുകയും പലരും ഓടിയെത്തുകയും ചെയ്തു. കീറിയ സാരിയുടെയും അഴിഞ്ഞു വീണ തിരുപ്പൻമുടിയുടെയും അല്പം വസ്ത്രം മാത്രമുള്ള പവിത്രനെ അവർ അത്ഭുതഭരിതനായി നോക്കി. പെൺവേഷമണിഞ്ഞ എന്നാൽ ആൺവേഷത്തിൽ രഹസ്യങ്ങളുമായി കടന്നു വന്ന ഒരാളായി പവിത്രൻ മാറിയിരുന്നു. വേശ്യാലയത്തിൻ്റെ നടുവിരിപ്പ് നിന്ന ആ ഇടത്തരം വയസ്സുള്ള കൂർത്ത കണ്ണുകളുള്ള നടത്തിപ്പുകാരിയാണ്. അവൾ അവനെ ഒറ്റ നോട്ടത്തിൽ സൂക്ഷിച്ചു. ആ നോട്ടത്തിൽ ഒടുവിൽ തിരിച്ചറിവ് നിറഞ്ഞു. നീ ഹിജഡയാണ് എന്നാണല്ലോ അവൾ പറഞ്ഞത്? പുഞ്ചിരിക്കാതെ ചോദിച്ചു. അതിൻ്റെ പിറകിൽ മറഞ്ഞു കിടന്നത് ഒരു ദുഃഖത്തിൻ്റെ വിലാപമായിരുന്നു. നിനക്കൊരു പ്രശ്നമില്ലല്ലോടാ. നഗ്നതയിലേക്കൊരു നേർത്ത നോക്ക്. അവളുടെ ചോദ്യം മുഷിഞ്ഞ കുപ്പായത്തിൻ്റെ ഗന്ധം പോലെ പവിത്രൻ്റെ മനസ്സിൽ പതിഞ്ഞു. പവിത്രൻ മുഖം മറച്ചില്ല. മറിച്ച് തൻ്റെ വിങ്ങലുകളുടെ അന്തസ്സുമായി അവൻ നിലകൊണ്ടു. കൂർത്ത കുറേ നോട്ടങ്ങൾ അവനെ കൂരമ്പുകൾ എഴുതുകൊണ്ടിരുന്നു. രഹസ്യങ്ങൾ ചോർത്താനെത്തിയ ഒരു ചാരനെപ്പോലെ അവർ അവനെ സൂക്ഷിച്ചു നോക്കി. പവിത്ര എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. നാളെ മുതൽ നിനക്കിവിടെ പണിയില്ല. ഈ ഏരിയയിൽ നിന്നെ കാണാൻ പാടില്ല. വേശ്യാലയം നടത്തിപ്പുകാരിയുടെ ശബ്ദം തൻ്റെ ചെവിയിൽ പ്രകമ്പനം കൊള്ളുന്നത് പോലെ തോന്നി പവിത്രയ്ക്ക്. നാളെ മുതൽ തൻ്റെ ചെലവുകൾക്ക് എന്തു ചെയ്യുമെന്ന് എല്ലാം നഷ്ടമായവനെ പോലെ അവൻ ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നു. വീട്ടിലെത്തിയപ്പോൾ ചാന്ദിനി അവിടെ ഉണ്ടായിരുന്നില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവളെ താൻ
താനാണല്ലോ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചത്. ശരിക്കും ഇതെന്തൊരു ജീവിതമാണ് ദൈവമേ എന്നാലോചിച്ചു പോയി പവിത്രൻ. സമയം പിന്നെയും എഴഞ്ഞു നീങ്ങി. ഇനി എന്ത് ജോലി ചെയ്യും, എങ്ങനെ ജീവിക്കും എന്നാലോചിച്ചു. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഒരു പുരുഷനാണ് താൻ, എങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യാം. പക്ഷെ പുരുഷനും സ്ത്രീയും അല്ലാത്ത ഞാൻ എവിടെ ചെന്നാലും അവജ്ഞ മാത്രമല്ലേ, പുച്ഛം, പരിഹാസം. താൻ പുരുഷനല്ലേ, തനിക്കിൽ ഉള്ളിൽ മാത്രമല്ലേ സ്ത്രൈണതയുള്ളത്. കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് പവിത്ര തൻ്റെ മുഖത്തേക്ക് നോക്കി, ശരീരത്തിലേക്ക് നോക്കി. താനൊരു സ്ത്രീയല്ല പുരുഷനാണ് എന്ന് സ്വന്തം ബോധ്യപ്പെടുത്താനുള്ള ആദ്യത്തെ നോട്ടം ഇതുവരെ തന്നിലെ സ്ത്രീയെ കാണാനുള്ള നോട്ടമായിരുന്നു. തന്നിലെ സ്ത്രീയിലേക്കുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. എന്നും കൃത്യതയിൽ ഷേവ് ചെയ്ത് ക്രീം പുരട്ടാറുള്ള മുഖം നന്നായി കഴുകി ഒന്നുകൂടി കണ്ണാടിയിലേക്ക് നോക്കി. അവിടെ പവിത്രൻ കണ്ടു. പവിത്രൻ എന്ന പുരുഷനെ. രാത്രി ഒറ്റയ്ക്ക് വീണു. ചന്ദ്രനില്ലാത്ത ഇരുട്ട്, കാറ്റില്ലാത്ത മരണം പോലെ വീടിൻ്റെ മൂലയിൽ ഒതുങ്ങി. പവിത്രൻ കണ്ണാടിന് മുന്നിൽ തന്നെ നിന്നു. ആ ഒരു ഭവനത്തിനുള്ളിൽ ഏകാന്ത തീർത്ഥാടകൻ. കണ്ണാടിയിൽ തെളിഞ്ഞ മുഖം അവൻ്റെ സ്വന്തം രൂപമല്ലാതെ ജീവിതത്തിൻ്റെ മുഴുവൻ ദുരൂഹതകളെയും ചേർത്ത് പിടിച്ച ഒരു രഹസ്യ പ്രതിബിംബം പോലെ. പുരുഷനും സ്ത്രീയും തമ്മിൽ അലയുന്ന തൻ്റെ ആത്മാവിനെ അവൻ കണ്ടു. പുലരി വരുമ്പോൾ രാത്രി ആകാശത്തിൻ്റെ അരികിൽ തങ്ങി നിൽക്കുന്ന ശേഷിച്ച നിഴലുകൾ പോലെ, തീയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പുഷ്പവിത്ത് പോലെ. ഞാൻ പുരുഷനാണോ സ്ത്രീയാണോ? ചോദ്യം അവിടെ അവസാനിച്ചില്ല. ഞാനൊരു ആത്മാവാണോ? അതായിരുന്നു കണ്ണാടിയുടെ ഉള്ളിൽ നിന്നും വന്ന പവിത്രനോട് ചോദിച്ച ഒരേയൊരു ചോദ്യം, ഒരേയൊരു നിശബ്ദത. അവൻ്റെ ഉള്ളിലെ പുരുഷൻ ഒരു ഇരുമ്പു കവചം പോലെ സംസാരത്തിൻ്റെ കൊടുങ്കാറ്റുകളിൽ നിന്നും അവനെ രക്ഷിക്കാൻ ഒരിക്കൽ നിർമ്മിച്ച ആയുധം. പക്ഷെ അതേ കവചം തന്നെയായിരുന്നു സ്ത്രീയായ ആത്മാവിനെ തടവറയിൽ അടച്ചിട്ട ശവകുടീരവും. സ്ത്രീയായ ഉള്ളറയിൽ മഴ പെയ്തതിനു ശേഷം മണ്ണിൻ്റെ അടിയിൽ വേരുറപ്പിക്കാൻ കാത്തിരിക്കുന്ന വിത്ത് പോലെ. തൻ്റെ നിലവിളി അവൻ കേട്ടു, തൻ്റെ സ്നേഹം അവൻ കേട്ടു, തൻ്റെ കണ്ണുനീര് അവൻ കണ്ടു. രാത്രിയുടെ നെഞ്ചിൽ വീണ് പൊളഞ്ഞ ചോരയെ പുലരിയുടെ വെളിച്ചം വൃത്തിയാക്കുന്നത് പോലെ. ശവകുടീരത്തിനുള്ളിൽ നിന്നും പൊട്ടിപ്പിറക്കുന്ന പച്ചച്ചെടിയുടെ ആദ്യത്തെ ഇല പോലെ. ആ നിമിഷം പവിത്രൻ അറിഞ്ഞു, താൻ പുരുഷനോ സ്ത്രീയോ അല്ല, രണ്ടും ചേർന്നൊരു സംഗീതം തന്നെയാണ്. ഒരു ഇരട്ട വീണ ഒരു തണ്ട്, പുരുഷൻ്റെ കരുത്തും മറ്റൊന്നിൽ സ്ത്രീയുടെ മൃദുലതയും. ആ വീണയുടെ രാഗം കേൾക്കാത്തവർക്ക് ലോകം അസഹിഷ്ണുതയുടെ കൈകേടികൾ കൊടുക്കും. പക്ഷേ അതൊരു ശാശ്വത സംഗീതമാണ്. ആകാശത്തിൻ്റെ മൗനത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന പവിത്രൻ്റെ കണ്ണുകളിൽ ആദ്യം കണ്ണുനീരല്ല, ഒരു വെളിച്ചത്തിൻ്റെ പൂക്കൾ വിരിഞ്ഞു. അവൻ തൻ്റെ ഉള്ളിലെ സ്ത്രീയെ കണ്ടു, വൈദിക വേദിയിൽ നിൽക്കുന്ന ദേവിയെപ്പോലെ, പുലരിയുടെ ആദ്യത്തെ സൂര്യകിരണം ചുംബിച്ച പോലെ. തൻ്റെ ഉള്ളിലെ പുരുഷനെ അവൻ കണ്ടു. ഒരു ഇരുമ്പു കവചമായി അവൻ്റെ മനസ്സിലത് കണ്ടു. ലോകത്തിൻ്റെ കൊടുങ്കാറ്റിൽ നിന്നും സ്വയം രക്ഷിക്കാൻ ഒരിക്കൽ താൻ തന്നെ നിർമ്മിച്ച ആയുധം. എന്നാൽ അതേ കവചം തന്നെയായിരുന്നു അവൻ്റെ സ്ത്രീത്വത്തെ, അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിനെ തടവറയിലിട്ട ശവകുടീരം. സ്ത്രീയായ അവൻ്റെ ഉള്ളറ മഴ പെയ്തതിന് ശേഷം മണ്ണിനടയിൽ വേരുറപ്പിക്കാൻ കാത്തിരിക്കുന്ന വിത്ത് പോലെയായിരുന്നു. അതിൻ്റെ നിലവിളി അവൻ്റെ കാതുകളിൽ മുഴങ്ങി. അതിൻ്റെ സ്നേഹം അവൻ അനുഭവിച്ചു. അതിൻ്റെ കണ്ണുനീർ അവൻ്റെ ഹൃദയത്തിൽ ഒരു നനവായി പടർന്നു. ആലോചനകൾക്ക് വിരാമമിട്ട് വാതിക്കലാരോ തട്ടുന്നു. അവൾ വന്നു. ചാന്ദിനി. തൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരിക്കൽ കൂടി അവൻ ഉറപ്പുവരുത്തി. ജോലി പോയ കാര്യം ചാന്ദിനിയോട് എങ്ങനെ സംസാരിക്കും എന്നാലോചിക്കായിരുന്നു അപ്പോൾ പവിത്രൻ. വീണ്ടും ശക്തിയായി വാതിൽ മുട്ടുന്ന ശബ്ദം കേൾക്കാം. പവിത്രൻ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ ബോംബെ പോലീസ്. അവരകത്തേക്ക് പാടി നോക്കി. തും കോൻ ഹേ? നീ ആരാണ്? മേരാ നാം പവിത്രൻ, ചാന്ദിനിക്ക ദോസ്തേ. എൻ്റെ പേര് പവിത്രൻ എന്നാണ്, ചാന്ദിനിയുടെ സുഹൃത്താണ്. ആപ്കോ ചാന്ദിനിക്കോ ക്യാ റിലേഷൻ ഹേ? നിനക്കും ചാന്ദിനിക്കും എന്താണ് ബന്ധം? മേരാ ദോസ്തേ സർ, എൻ്റെ സുഹൃത്താണ് സർ. ഖാലി ദോസ്തേക്കാ? വെറും സൗഹൃദം മാത്രമേ ഉള്ളൂ അതോ? ഒരു വഷളൻ ചിരി പാസ്സാക്കിക്കൊണ്ട് ഇൻസ്പെക്ടറുടെ ചോദ്യം. എന്തു പറയണമെന്നറിയാതെ പവിത്രൻ അന്തിച്ചെന്നു. അറസ്റ്റ് ചെയ്യും. ഇൻസ്പെക്ടറുടെ ഉത്തരവ് കിട്ടിയപ്പോൾ പവിത്രയുടെ കയ്യിൽ വിലങ്ങ് വീണു. അയാൾ പോലീസ് ജീപ്പിലേക്ക് എടുത്തെറിയപ്പെട്ടു. എന്താണ് താൻ ചെയ്ത കുറ്റമെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. അതിനിടയിൽ ചാന്ദിനിയുടെ ഷാളിൽ മണപ്പിച്ചുകൊണ്ട് ഒരു പോലീസ് നായ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതെല്ലായിടത്തും മണപ്പിച്ചുകൊണ്ട് പാഞ്ഞു നടന്നു. പവിത്രയെ നോക്കി കുരച്ചുകൊണ്ടിരുന്നു. ഓരോന്നങ്ങൾ വന്നോളും, മലയാളിയുടെ പേര് കളയാനായിട്ട്.
അവൻ ആ 9-നെ കൊന്ന് കോടയിൽ തട്ടി. പോലീസ് വാഹനത്തിൻ്റെ അരികിൽ നിന്നും ആരോ പറഞ്ഞത് കേട്ടപ്പോൾ പവിത്രൻ ഞെട്ടിപ്പോയി. അവൻ അന്താളിച്ചു നിന്നു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു. അപ്പോഴേക്ക് പവിത്രയും കൊണ്ട് പോലീസ് ജീപ്പ് മുന്നോട്ട് നീങ്ങി. പവിത്രന് അത് മനസ്സിലായ നിമിഷം ചാന്ദിനിയുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഓടയുടെ കരിമ്പുഴുക്കൾക്കിടയിലൂടെ ആ ജീവൻ്റെ വിളക്കിനെ വെള്ളം വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു. പോലീസ് ജീപ്പ് കറുത്തൊരു വിധിന്യായത്തിൻ്റെ ചിഹ്നമായി ആളുകളുടെ കൂട്ടത്തിന് മുന്നിൽ നിന്നു. വിലങ്ങിട്ട കൈകളോടെ ഇറങ്ങിയപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ കണ്ണുകളിൽ അവൻ ഒരാളല്ല, ഒരു കുറ്റത്തിൻ്റെ പ്രതീകമായിരുന്നു. അവരുടെ ദൃഷ്ടിയിൽ കരുണയില്ല, വിധി മാത്രം. ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാത്ത വിധി. ഓടയുടെ ഇരുണ്ട വയറ്റിൽ നിന്നും കരയിലേക്ക് കൊണ്ടുവരുന്നത് ചാന്ദിനിയുടെ ശരീരം. ഒരിക്കൽ ലോകത്തെ പ്രകാശിപ്പിച്ചിരുന്ന മുഖം ഇപ്പോൾ വെള്ളത്തിൽ കുളിച്ച് മങ്ങിയ ചന്ദ്രൻ്റെ പ്രതിബിംബം പോലെ. ആ ശരീരവും ശൂന്യവും ശാന്തവും. പവിത്രൻ്റെ കണ്ണുകൾക്ക് അത് സഹിക്കാനായില്ല. എങ്കിലും അടുത്തെത്തിയപ്പോൾ വിലങ്ങുകളോടെ തന്നെ അവളെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. ആ നിലവിളി ആളുകളുടെ ചെവികളിൽ മാത്രമല്ല, സകല ഭൂമിയുടെയും രക്തത്തിൽ പതിഞ്ഞ പോലെ. അവരുടെ കണ്ണുകളിൽ ഒതുങ്ങിക്കിടന്നിരുന്ന വ്യത്യസ്തമായ ക്രൂരതകൾക്കും അവഗണനകൾക്കും ഒരു വിള്ളൽ വന്നു. ആ വിള്ളലിലൂടെ കണ്ണുനീര് ഒലിച്ചു തുടങ്ങി. റിലീസ് കരോ, ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു. 2 വാക്കുകൾ, പക്ഷെ അതിൻ്റെ പ്രതിധ്വനി ഒരു മനുഷ്യനെ വീണ്ടും മനുഷ്യനാക്കി. വിലങ്ങുകൾ ശബ്ദമില്ലാതെ തുറന്നു. ചാന്ദിനിയുടെ ശരീരം ഒരു പേപ്പർ ബോട്ട് പോലെ വീണ്ടും യാത്ര തുടങ്ങി. ഈ യാത്ര, ഈ തവണത്തെ യാത്ര, പോസ്റ്റ്മോർട്ടത്തിൻ്റെ യാത്ര. ജീവിതത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരവുമില്ലാത്ത യാത്ര. ജനക്കൂട്ടം പതുക്കെ ചിതറിപ്പോയി. ഓട അപ്പോഴും ഒഴുകിക്കൊണ്ടേയിരുന്നു. പക്ഷെ കരയിൽ മാത്രം ശിക്ഷിച്ചത് അനാഥയായ ചാന്ദിനിയുടെ ശരീരമാണ്. അതിനെ ആരും ഏറ്റെടുക്കാനില്ല. ഒരു മനുഷ്യൻ്റെ മരണം പോലും ഈ ലോകത്തിന് ഭാരമായി മാറിയിരിക്കുന്നു. പവിത്രൻ മാത്രം കണ്ണുനീരും കുറ്റബോധവും ചേർത്ത് ചിന്തിച്ചു നിന്നു. ജീവിതമൊടുവിൽ ഒരു ശൂന്യപാത്രം തന്നെയല്ലേ. ആശുപത്രിയുടെ വരാന്തയിൽ വൈകുന്നേരം സൂര്യൻ തൻ്റെ പൊൻതുണി പൊളിച്ചു മാറ്റിയപ്പോൾ പവിത്രൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ ചാന്ദിനിയുടെ ശരീരം വെളുത്ത പാളിയിൽ പൊരിഞ്ഞു കിടന്നു. ഒരു മരുഭൂമിയിൽ തണൽ മരമില്ലാതെ വിറയുന്ന ജീവിയെപ്പോലെ തൻ്റെ ഹൃദയം പിടച്ചു നിന്നു. വിയർപ്പിൽ മുക്കിയ കൈകളിൽ ജീവൻ്റെ അവസാന പങ്കുപോലെ ചാന്ദിനി ഏറ്റുവാങ്ങുമ്പോൾ പവിത്രൻ അറിഞ്ഞു, ലോകത്തിൻ്റെ തിരക്കിൽ മനുഷ്യർക്കായി സ്ഥലമുണ്ട്, പക്ഷേ മനുഷ്യജീവിതത്തിൻ്റെ വിലയ്ക്ക് സ്ഥലമില്ല. ആ ആശുപത്രി കവാടം കടന്നപ്പോൾ ആരും പിന്നിലൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ അരിച്ചിലുകൾ നിറയുന്നവർ, നീതിയും നീതീകരണവും കുറിക്കുന്നവർ ഇവിടെ ഒരാളും എത്തിയില്ല. വഴിയരികിൽ കൊന്നിട്ട് കളഞ്ഞൊരു ജീവൻ്റെ കഥ, മരച്ചുവട്ടിൽ വീണ് ചീഞ്ഞൊരു ഇലയുടെ കഥ ആരുടെയും മനസ്സിൽ സ്പന്ദനമുണ്ടാക്കാതെ കിടന്നു. ആണോ പെണ്ണോ, അതിനപ്പുറം മനുഷ്യനെന്ന പരാമർശം പോലും അവൾക്ക് ലഭിച്ചില്ല. പവിത്രനേറെ ആലോചിച്ച് തീരുമാനിച്ചു പൊതുശ്മശാനത്തിൻ്റെ തീക്കരയിൽ അവളെ ചേർത്ത് വിടാൻ. പുഴയുടെ തീരം തീപ്പൊരി പോലെ പ്രകാശിച്ചു കിടന്നിരുന്നു. അവിടെ കാവ്യ വസ്ത്രങ്ങൾ ചുറ്റിയവരും വസ്ത്രധാരണമെന്ന പേരിൽ അല്പം തോലൊന്നു മാത്രം മൂടിയവരുമായ അനേകം മനുഷ്യരുടെ ശരീരങ്ങൾ തീയിലടക്കി വെടിഞ്ഞുകൊണ്ടിരുന്നു. ആ ശ്മശാനത്തിൻ്റെ അന്തരീക്ഷം തീയും പുകയും കലർന്നൊരു ഇരുണ്ട സംഗീതം. ചാന്ദിനിയുടെ ശരീരം അവിടെ എത്തിച്ചപ്പോൾ ഒരു മനുഷ്യൻ്റെ കണ്ണുകൾ തീപ്പൊരി പോലെ തെളിഞ്ഞു. അവൻ ആഗ്രഹത്തോടെ ഒരാൾ ആ മനുഷ്യനെ പോലെ ജീവിച്ചിരുന്ന അവളുടെ ശരീരത്തിലേക്ക് നോക്കി നിന്നു. പക്ഷെ അതിൻ്റെ പിന്നാലെ അവൻ്റെ മുഖത്തൊഴുകി വന്നത് നിർവേദം മാത്രം. മറ്റുള്ളവരുടേതുപോലെ അവനും തിരിഞ്ഞു നടന്നുപോയി. പവിത്രൻ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് തീയും പുകയും മനുഷ്യരുടെ നിരാകരണവും തമ്മിൽ കുടുങ്ങിയ അവൻ മനസ്സിൽ ചുളിവിലേറിയ ഒരു ചോദ്യം മാത്രം കേട്ടു. ജീവൻ നഷ്ടപ്പെട്ട ശേഷം പോലും മനുഷ്യനെന്ന വില കിട്ടാത്തവർക്ക് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വരി പോലും ഉണ്ടാവുമോ? ആശുപത്രിയുടെ ശീതളമായ മതിലുകൾക്ക് പുറത്തേക്ക് കിടക്കുമ്പോൾ പവിത്രൻ്റെ നെഞ്ചിൽ എന്തോ മുറിഞ്ഞു വീണു. ഒരാളുടെ ശരീരം ഏറ്റുവാങ്ങുന്നത്. അവൻ ജീവിച്ചിരുന്ന മുഴുവൻ ഭാരവും തൻ്റെ കൈകളിൽ അടിച്ചു കയറ്റുന്നത് പോലെ തോന്നി. ചാന്ദിനിയുടെ ശരീരം തണുത്തുപോയത്, വിയർപ്പിൻ്റെ ഒരു തുള്ളിയും ഇല്ലാത്തത്. പക്ഷെ പവിത്രൻ്റെ നെഞ്ചിനുള്ളിൽ വിയർപ്പിൻ്റെ സമുദ്രം. തണൽ മരങ്ങളില്ലാത്തൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ട കുട്ടിപ്പക്ഷി, ആകാശം തേടി ചിറക് വടിച്ച് അലഞ്ഞു നടക്കുന്ന അവസ്ഥ. എന്തു ചെയ്യും ഇനി? തനിക്ക് തന്നെ ചോദിച്ച ചോദ്യം അവനെ പിന്തുടർന്നു. മറുപടിയില്ല. മരിച്ചുപോയ ശരീരത്തേക്കാൾ ഭാരമുള്ള ജീവിച്ചിരിക്കുന്നവരുടെ അനാസ്ഥ അവൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ നിന്നു.
ചാന്ദിനിയുടെ മരണത്തെക്കുറിച്ച് ഒരു പത്രവാർത്ത പോലുമില്ല. സോഷ്യൽ മീഡിയയിൽ ആരും കരഞ്ഞിട്ടില്ല. ഒരു ലൈക്ക് പോലുമില്ല. അങ്ങനെയൊന്നും അവൾക്ക് ലഭിച്ചിട്ടില്ല. പാത വഴിയിൽ മരിച്ചുപോയ നായ്ക്കൾക്ക് പോലും ഒരു അനുകമ്പ വാക്ക് കിട്ടുന്ന കാലത്ത് ചാന്ദിനിയുടെ മരണം ഒറ്റപ്പെട്ടൊരു കല്ല് പോലെ വഴിയരികിൽ കടന്നുപോയി. പവിത്രൻ കണ്ണുകൾ മൂടി. ഒരിക്കൽ ചാന്ദിനി ചിരിച്ചു നിന്നിരുന്ന ശബ്ദം അവൻ്റെ ചെവിയിൽ മടങ്ങിയെത്തി. ചിരിയല്ല, അതൊരു മഴത്തുള്ളി ഉണങ്ങിയ ഭൂമിയിൽ വീണുപൊട്ടി. പടർന്നുയരുന്ന പൊടി. അപ്പോൾ അവൻ ചിന്തിച്ചു, ഈ ഭൂമിയിൽ മനുഷ്യൻ എന്ന് വിളിക്കുന്ന ജീവിക്ക് എന്തിനാണ് ആൺപെൺ വേർതിരിവുകളുടെ ചങ്ങലകൾ? പക്ഷേ ചാന്ദിനി ജീവിച്ചിരിക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കാൻ അവന് ധൈര്യം ഉണ്ടായിരുന്നില്ല. ചോദിക്കാത്ത ചോദ്യമാണ് ഇപ്പോൾ അവൻ്റെ നെഞ്ച് കീറിയൊഴുകുന്നത്. ശവസംസ്കാരത്തിന് തയ്യാറായി പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചവർ അനാസ്ഥയുടെ ഭാഷയിൽ സംസാരിച്ചു. നിങ്ങളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോളൂ. എത്ര വേഗം സംസാരിക്കുന്നു അവർ. ഒരു ചെറു ഇടവേള പോലും ഇല്ലാതെ, ഒരു കണ്ണുനീർ പോലും ഇല്ല. പവിത്രന് തോന്നി, ചാന്ദിനി മരിച്ചുപോയത് കൊണ്ടല്ല, ആർക്കും വേണ്ടാത്ത ജീവിയായിരുന്നത് കൊണ്ടാണ്. ഇത്രയും അപമാനവും അനാസ്ഥയും അവളുടെ ചുറ്റും. പുഴയുടെ തീരത്തേക്ക് യാത്ര തുടങ്ങി. കത്തിക്കുന്ന ചിതകൾക്കിടയിൽ മാനവ ശരീരങ്ങളുടെ ദഹനഗന്ധം നിറഞ്ഞു. പുകയുയർന്നുകൊണ്ടിരുന്ന ആകാശത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്ന കരിവളയങ്ങൾ. പക്ഷേ മധ്യേ തടഞ്ഞു നിന്നു. അവ ജീവിച്ചിരുന്നവരുടെ നിശബ്ദമായ നിലവിളികൾ പോലെ. ചാന്ദിനിയുടെ ശരീരം അവിടെ എത്തിച്ചപ്പോൾ കുറേ മനുഷ്യർ. അല്പവസ്ത്രധാരികളായ അവരുടെ മുഖത്ത് ജീവിതത്തിൻ്റെ ക്ഷീണം മാത്രം നിറഞ്ഞവർ. വൈകല്യമുള്ള കരുണയും ആചാരങ്ങളും ചേർത്ത് ശരീരം കിടത്തി. അപ്പോഴാണ് ദൂരെ ഇരുന്നൊരു മനുഷ്യൻ്റെ കണ്ണുകൾ ചാന്ദിനിയുടെ ശരീരത്തിലേക്ക് പതിച്ചത്. അവൻ്റെ കണ്ണുകളിൽ ഒരു വിചിത്രമായ ആഗ്രഹം തെളിഞ്ഞു. അവൻ ഒരു മനുഷ്യജീവിയെ അംഗീകരിക്കാൻ മുട്ടുമടക്കി അപേക്ഷിക്കുന്നത് പോലെ നോക്കി നിന്നു. പക്ഷേ ഒരു ചൂടൻ കാറ്റ് വന്ന് വീശി. അവൻ്റെ മുഖത്ത് തീപ്പൊരി കെടുത്തി. ആഗ്രഹം ഒടിഞ്ഞു വീണു. അവൻ നിരാശനായി തിരിഞ്ഞു നടന്നുപോയി. പവിത്രം മാത്രം അവിടെ നിന്നു. അവന് തോന്നി, ഇത് ശവസംസ്കാരമല്ല, ഒരു സമൂഹത്തിൻ്റെ പരാജയത്തിൻ്റെ ചടങ്ങ്. ചാന്ദിനി ജീവിച്ചിരിക്കുമ്പോഴും അന്യായി, മരിച്ചപ്പോൾ പോലും അന്യായിത്തീരുന്നു. അവളുടെ ജീവിതം ഒരിക്കലും മണക്കാത്തൊരു പൂവിൻ്റെ കഥ പോലെ. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ തുടർഭാഗങ്ങളുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.